പൊളിറ്റിക്കലിയും ഒരു സുന്നി ഐക്യം വേണമെന്നുള്ള അഭിപ്രായമുണ്ടോ? രാഷ്ട്രീയപരമായിട്ടും ഒരു സുന്നി ഐക്യം വേണമെന്നുള്ള അഭിപ്രായമുണ്ടോ? അത് വേണമെന്നില്ല. സുന്നി ഐക്യം ഉണ്ടാകുമ്പോൾ അവർ തീരുമാനിക്കുമല്ലോ പിന്നെ രാഷ്ട്രീയപരമായിട്ട് നമ്മളെന്ത് കൈക്കൊള്ളണമെന്ന്. അത് നമ്മളാദ്യം തന്നെ പറഞ്ഞിട്ടാൽ ഇപ്പോൾ സുന്നി ഐക്യം ഉണ്ടാവാൻ പ്രയാസമാവും. രാഷ്ട്രീയമായി സംഘടിക്കാൻ വേണ്ടിയാണ് സുന്നി ഐക്യം വേണമെന്ന് പറയുന്നത്. അത് ആക്ഷേപിച്ച് പിന്നെ സുന്നി ഐക്യം ഉണ്ടാവില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ പല നിലപാടുകളിലും മറ്റ് മുസ്ലിം സംഘടനകളൊക്കെ പരസ്യമായി തന്നെ പറയുകയും പല പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരമൊരു ശക്തമായൊരു പ്രതികരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത്? നമ്മൾ പറയുന്നില്ലേ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട സഭകൾ, ഞങ്ങളുടെ ബോഡികളിലൊക്കെ എൻ്റെ പ്രമേയങ്ങളും നിവേദനങ്ങളും വരുന്നു, കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, പറയുന്നത് അവരും ചെയ്യുന്നുള്ളൂ. പ്രമേയത്തിനപ്പുറം പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളോ അത് ആവശ്യമയത്തൊക്കെ പറയുന്നുണ്ടല്ലോ. പ്രമേയം വരുമ്പോഴതാണല്ലോ മാധ്യമങ്ങളിൽ വരുന്നത്. ഓരോ വിഷയങ്ങളും വരുമ്പോൾ പ്രായോഗികമായ രൂപത്തിൽ പറയാന്നുള്ളതാണ്. ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ ഒരു വിവേകപരമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളത്. ഞങ്ങളിപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങൾ എത്രയോ ശക്തിപ്പെട്ട് കേരളത്തിലാകെ എൻ്റെ മെമ്പർമാരും പ്രവർത്തകന്മാരും ധാരാളം വർദ്ധിച്ചു വരുന്നത് ഞങ്ങൾ ഈ ഒച്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാക്കി തമ്മിലടിയുണ്ടാക്കിയാൽ നമ്മളെ പ്രസ്ഥാനം വളരൂല. കഴിഞ്ഞ വർഷത്തേക്കാൾ 68% ഇത്തവണ പണ്ഡിത മെമ്പർഷിപ്പ് വർധനവ്. ഈ ബാബറി മസ്ജിദിന് പിന്നാലെ നമ്മുടെ ഗ്യാൻ പാപ്പി മസ്ജിദ് പോലെയുള്ള ആരാധനാലയങ്ങൾക്കെതിരെ കേന്ദ്ര തലത്തിൽ നിന്ന് നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതില് സംഘടനാ നിലയിലുള്ള ഒരു നിലപാട് എന്താണ്? ഇന്നത്തെ പ്രമേയത്തിലുണ്ടല്ലോ, പ്രമേയത്തിലുണ്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തിൽ തന്നെ അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തരും. അത് ബാബരി മസ്ജിദ് തുടങ്ങി മറ്റൊരു മസ്ജിദിലേക്ക് നീങ്ങാൻ പാടില്ല. അത് നമ്മൾ തുറന്നു തന്നെ പറയുന്നുണ്ട്. മുടിയൊക്കെ ഒന്നുമല്ല. അപ്പൊ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഈ നിലവിലെ സർക്കാരിന് ബദലായിട്ടുള്ളതാണോ ഇന്ത്യ മുന്നണി? ഇന്ത്യ മുന്നണി ശക്തിപ്പെടണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമോ? അത് നോക്കുക. നമ്മൾ ഇന്ത്യ മുന്നണി ഇവിടെ നിലനിൽക്കുമല്ലേ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. അതായത് ഇന്ത്യ മുന്നണിയിൽ ഇങ്ങനെ അതിൽ കൂടി അവർ ചാടിപ്പോണ്ടല്ലോ പെട്ടെന്ന്. ഒരു സീറ്റ് കിട്ടുമ്പോഴേക്ക് ചാടിപ്പോണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാന്ന് പറയുമ്പോഴേക്ക് ചാടിപ്പോണ്ട്. എത്ര ആൾ ചാടിപ്പോവും? പക്ഷെ അന്ന് കണ്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യ മുന്നണിക്ക് കൃത്യമായൊരു നിലപാടില്ല എന്നുള്ളൊരു വിമർശനം ഉണ്ടല്ലേ? എന്നൊന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമുണ്ട് ഇപ്പോഴും ജനാധിപത്യ സംവിധാനത്തിൽ കോൺഗ്രസ് പാർട്ടി അതല്ല നേരത്തെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. പാർട്ടികളെ കുറിച്ചുള്ള നിരൂപണമൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് പോകില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് പറയും. ഇപ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് വിശദമായി കിടക്കാൻ ഉദ്ദേശമില്ല. ആ പ്രമേയത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ തരും. നമ്മളെ ദിവസം കൊടുക്കാം. ഒരു ദിവസം കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണം. നമ്മൾ നിങ്ങളുടെ കൂടെയും ഉണ്ട്. ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വെച്ചിട്ട് നിങ്ങൾ നമ്മളെ വിടണ്ട.